ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു സ്കിൻ കെയർ റുട്ടീൻ കാണാം കേട്ടോ. ഞാനിപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ പല കമൻറ്റ്സ് ഓർത്തത്. കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ഓണസ്റ്റ് ആയിട്ടുള്ള സ്പോൺസേർഡ് അല്ലാത്ത സ്കിൻ കെയർ റുട്ടീൻ കാണിക്കുമോ എന്നുള്ളത്. കുറേ പേർക്കുള്ള വേറൊരു സംശയമാണ്, ഇതെങ്ങനെയാണ് ഇത്രയധികം പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്, ഇത്രയധികം പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് ദോഷമല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മുടെ ജോലിയിൽ, ഇപ്പോൾ എൻ്റെ ജോലിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം പ്രോഡക്ട്സ് ട്രൈ ചെയ്യാം, അതിൻ്റെ റിവ്യൂസ് പറയാന്നുള്ളതാണ് എൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ബ്യൂട്ടിയും ഫാഷനും കൂടിയിട്ടാണ് ഞാൻ ചെയ്യണത്. ഫാഷൻ ആണെങ്കിലും പല ഭാഗത്തുനിന്നും പ്രോഡക്ട്സ് നമ്മൾ മേടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. നല്ലതാണെങ്കിൽ നമ്മളങ്ങനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ ഡ്രസ്സൊക്കെ കാണിച്ചിട്ട് ചെയ്യാറില്ലേ, അതെല്ലാം മേക്കപ്പ് പ്രോഡക്ട്സ് ആണെങ്കിലും അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂസ് പറയും. പിന്നെ ഒരു വിഭാഗം ഉണ്ട് സ്പോൺസർഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് വർക്ക് ആവുന്ന പ്രോഡക്ട്സ് ആണ് എടുക്കാറുള്ളത്. അതും എനിക്ക് എൻ്റെതായ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്, കുറച്ചല്ല, ഒറ്റ കാറ്റഗറി ഉള്ളൂ എനിക്ക്, ബ്യൂട്ടി ആൻഡ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ളിലുള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത്. അത് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് വർക്ക് ആയിട്ടുള്ള മാസത്തിൽ ഒന്നോ രണ്ടോ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കാറുള്ളത്. സ്പോൺസേർഡ് ആണെന്ന് കരുതിയിട്ട് ഞാൻ സത്യമല്ലാത്ത സാധനങ്ങൾ അങ്ങനെ പറഞ്ഞ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ് ചെയ്യാത്തത് എനിക്ക് നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ എനിക്ക് എന്നോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്, എൻ്റെ കരിയറിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് 10 വർഷമായിട്ടും ഞാൻ ഈ ഫീൽഡിൽ നിൽക്കണത്. അതേപോലെ തന്നെ നമുക്ക് രാത്രി നടക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടെങ്കിലല്ലേ ഉറക്കം ഉണ്ടാവുക. സ്പോൺസർ വീഡിയോ ഞാൻ ചെയ്യില്ല എന്ന് പറയില്ല കേട്ടോ. സ്പോൺസർ വീഡിയോ ചെയ്തേ പറ്റുള്ളൂ. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാണ്ട് നമുക്ക് ബാക്കി വീഡിയോസിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. ഇത്ര അധികം പ്രോഡക്ട്സ് നമുക്ക് മേടിക്കണം, ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ടൈം, എഫേർട്ട്, നമ്മുടെ സ്റ്റുഡിയോ, ലൈറ്റിംഗ്, മറ്റ് വീഡിയോസ് പോലെയല്ല. ബ്യൂട്ടി വീഡിയോസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ക്യാമറ വേണം. നമുക്ക് ജസ്റ്റ് ഈവൻ ഐഫോൺ വെച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്ത കാര്യം നടക്കണം എന്നില്ല. നടക്കുമായിരിക്കും ഒരു പോയിന്റ് വരെ. ഇപ്പം ഞാനാണെങ്കിലും തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഓരോ പടിയും മുന്നോട്ട് പോകുമ്പോൾ ഓരോ നല്ല നല്ല ലൈക്ക് വീഡിയോസ് ചെയ്യാൻ, കുറെ കൂടി നല്ല കണ്ടന്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിലേക്ക് പൈസ ഇറക്കണം. അപ്പോൾ ആ പൈസ വരുന്നത് നമുക്ക് മെയിൻ ആയിട്ട് സ്പോൺസർഡ് വീഡിയോസിനാണ് കേട്ടോ. യൂട്യൂബ് എന്നുള്ള പൈസ എന്നെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ബ്യൂട്ടി കണ്ടന്റിന്റെ വ്യൂവർഷിപ്പ് കുറവല്ലേ, അതൊരു നീഷായിട്ടുള്ള കണ്ടന്റ് അല്ലേ, എന്നുവെച്ചാൽ കുറച്ച് പേര് മാത്രം കാണുന്ന കണ്ടന്റ് അല്ലേ. അപ്പം അതുകൊണ്ട് സ്പോൺസർഡ് വീഡിയോ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് വർക്കായിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയാണ് ഞാൻ കാണിച്ചു തരാറുള്ളത്. അതും നല്ല ബ്രാൻഡിൻ്റെ, എന്ന് വെച്ചാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ടെസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ തന്നെയാണ് കേട്ടോ. കുറെ തവണ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്നും ഞാൻ കാണിക്കാൻ പോകുന്നതിന്റെ സത്യസന്ധമായിട്ടുള്ള ഇത് തന്നെയാണ്, ഞാൻ യൂഷ്വലി ചെയ്യാറുള്ള റുട്ടീൻ തന്നെയാണ്. പക്ഷെ അതിലെ പ്രോഡക്ട്സ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ ടോണർ പ്ലമ്മിന്റെ യൂസ് ചെയ്യും, പിക്സിയുടെ യൂസ് ചെയ്യും, ഡോട്ട് ആൻഡ് ഗീയുടെ ഉണ്ടാവും. അങ്ങനെ മാറ്റി ഏത് ബ്രാൻഡിന്റെ ആണോ എൻ്റെ കയ്യിൽ ഉള്ളത് അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് ആ ടോണർ ഉപയോഗിക്കും. പിന്നെ വന്നിട്ട് മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ക്ലെയിൻ്റെ മാസ്ക് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഫോക്സ്റ്റെയിലിൻ്റെ മാസ്ക് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹൈഫിൻ്റെ മാസ്ക് യൂസ് ചെയ്യും. അത് ഏതാണോ എനിക്ക് ട്രൈ ചെയ്യേണ്ടത് അങ്ങനെയാണ് യൂസ് ചെയ്യുക. അപ്പം ഇങ്ങനെ പ്രോഡക്ട്സ് മാറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇൻഗ്രീഡിയൻറ്റ് സെയിം ആയതുകൊണ്ട് അത് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അതേസമയം ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് കുറേ പ്രോഡക്ട്സ് ടെസ്റ്റ് ചെയ്യേണ്ടിയുള്ളപ്പോൾ ഒരു ദിവസം തന്നെ പല ആക്റ്റീവ്സ് ഒക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നിന് ദോഷമായിട്ട് വന്നിട്ടുണ്ട്. മെയിൻ പ്രശ്നങ്ങൾ മിക്കവാറും വരിക മുടിക്ക് തന്നെയാണ്. മുടിയിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. ചില പ്രോഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്തിട്ട് വർക്കാവാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ മുടിയിൽ അങ്ങനെ ഭയങ്കര പരീക്ഷണങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ നല്ലൊരു ഹെയർ സിറം യൂസ് ചെയ്യും, അതും ബെയർ അനാട്ടമി അല്ലെങ്കിൽ വിഷ് കെയർ, അതല്ലെങ്കിൽ ബോഡി വൈസിന്റെ, അത് അങ്ങനെ മാറ്റി യൂസ് ചെയ്യും കേട്ടോ, ഓരോ ബോട്ടിൽ കഴിയുന്നതിനനുസരിച്ചിട്ട്. വലിയ ഇൻട്രോ ആയല്ലേ, നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാം. അതിനെക്കാട്ടിലും മുന്നേ കോൺടാക്ട് ലെൻസ് എടുത്ത് മാറ്റാം കേട്ടോ. ഞാൻ കുറച്ചു നേരമായി മേക്കപ്പ് ഇട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ പോയതാണ്. ഇന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ എനിക്ക് ഷൂട്ട് ചെയ്യണത് തീരെ ഇഷ്ടമല്ല. ഞാൻ സൊല്യൂഷനും കൂടി എടുത്തിട്ട് വരട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞു തന്നത്, ഞായറാഴ്ച ദിവസങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇഷ്ടവും ഇഷ്ടക്കുറവിനേക്കാളും കൂടുതൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അയ്യോ ഞായറാഴ്ചയും ഞാൻ വർക്ക് ചെയ്തല്ലോ അങ്ങനെ ഒരു ഫീലിംഗ്. അപ്പോൾ മുന്നെന്ന് വെച്ചാൽ ഞായറാഴ്ചയും ഞാൻ വർക്ക് ചെയ്തു, അങ്ങനത്തെ എനിക്ക് സന്തോഷമാണ് ഉണ്ടാവാറുള്ളത്. ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഡീറ്റെയിൽ വേണമെങ്കിൽ അത് കണ്ടാൽ മതിയേ. ഇതൊന്ന് സൊല്യൂഷനിലൊന്ന് കഴുകിയിട്ട് എടുത്തു വെക്കൂ കേട്ടോ. ഞാൻ ഇതിനെക്കാട്ടിനും മുന്നും ചോദിച്ചിട്ടുള്ള കാര്യം. അപ്പൊ കുറെ പേര് മറുപടിയും പറഞ്ഞായിരുന്നു. കുറെ പേർക്ക് എൻ്റെ ഒറിജിനൽ കണ്ണാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്.
ഏട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒറിജിനൽ കണ്ണാണ് നല്ലതെന്നാണ്. എനിക്ക് ഏതാ നല്ലതായിട്ട് തോന്നുന്നത്? എനിക്ക് ലെൻസ് വെച്ച കണ്ണാണ് നല്ലതായിട്ട് തോന്നുന്നത്. കാരണം ഒന്ന് എനിക്ക് കണ്ണ് കാണണമെങ്കിൽ ലെൻസ് വെക്കണം. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. കിട്ടിപ്പോയി. അയ്യോ, ശരിക്കും കിട്ടിപ്പോയി. ഓക്കെ, അപ്പൊ ഇതും കഴിഞ്ഞു കേട്ടോ. ഇനി മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ ഞാൻ ക്ലെൻസിങ് ബാം എടുക്കും കേട്ടോ. അത് താഴെ ബാത്റൂമിലാണ് ഉള്ളത്. അപ്പോൾ അതല്ലെങ്കിൽ മേളിലാണെങ്കിൽ ഞാൻ നമ്മൾ യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഗാർണിയർ മൈസലർ വാട്ടർ ഇല്ലേ, അതല്ലെങ്കിൽ ഇത് വന്നിട്ട് ഏതാണ് ബ്രാൻഡ്, റൈസ് വാട്ടർ ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് ബോഡി ഷോപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതിന്റെ യൂസ് ചെയ്തിട്ട്. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചൊരു ഓയിലി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് കണ്ണിലത്തെ ഇതൊക്കെ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് പോണ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഗാർണിയർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത്തിരി ഒരു പൊടിക്ക് ചിലപ്പോൾ ചിലർക്ക് ഡ്രൈയിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. മേക്കപ്പ് നന്നായിട്ട് റിമൂവ് ചെയ്യുക കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും അതിലൊരു അശ്രദ്ധ കാണിക്കണോണ്ടാണ് നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാവണത്. ഒരു സൈഡിലത്തെ മേക്കപ്പ് പോയി. അതിൽ നമ്മൾ അശ്രദ്ധ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് പലപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവുന്നത്. മേക്കപ്പ് നമ്മൾ എത്ര ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യുകയും നല്ല സ്കിൻ കെയർ റൂട്ടീനൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിന് വലിയ ഇഷ്യൂസ് ഒന്നും മേക്കപ്പ് കാരണം ഉണ്ടാവില്ല കേട്ടോ. കണ്ണിലത്തെ മേക്കപ്പ് പോവാനാണ് പാട്, എസ്പെഷ്യലി ആ മസ്കാര ഇട്ടിട്ടുണ്ടെങ്കിലേ. ഇതൊക്കെ അല്ലേ കഴുത്തിലത്തെ മേക്കപ്പ്. ഇത് കണ്ടോ, ഇത്ര ഫൗണ്ടേഷനും മസ്കാരയൊക്കെ നമ്മൾ ഇട്ടിരുന്നു കേട്ടോ, 2 കോട്ടൺ പാഡിന്റെ. അത് വെച്ച് അങ്ങനെ ഉറങ്ങില്ല എന്ന് തോന്നുന്നു ആരും. പക്ഷെ ഇൻ കേസ് ഇത്തിരി എന്തെങ്കിലും ഒരു പൊടിക്കുള്ള മേക്കപ്പ് ആണെങ്കിലും ശരി, അത് വെക്കണ്ട കേട്ടോ. അതെന്തായാലും കളഞ്ഞോളൂ, എന്നിട്ട് ഉറങ്ങിയാൽ മതി. ഇപ്പൊ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഫേസ് വാഷ് ആണ്. ഫേസ് വാഷ് ഞാൻ കൂടുതൽ സാൽസിലിക് ആസിഡ് ഉള്ളതാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഡി ആക്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിംഗ് ഫേസ് വാഷ്, ഇത് ഞാൻ റിവ്യൂ കണ്ടിട്ട് മേടിച്ചത്. നമുക്ക് നോർമലി കിട്ടുന്ന ഡോട്ട് ആൻഡ് കീ, അക്വലോജിക്കയുടെ അങ്ങനത്തെ ഒക്കെ ഫേസ് വാഷ്, റീക്വൽ, മിനിമലിസ്റ്റ്, അതിൻ്റെയൊക്കെ ഫേസ് വാഷ് യൂസ് ചെയ്താലും മതി നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടോ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ പിമ്പിൾസ് വരെയും അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് സാൽസിലിക് ആസിഡ് ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കുന്ന പോലെ ഒരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതെനിക്ക് തോന്നുന്നു ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്ന. അപ്പൊ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ആ അഴുക്കൊക്കെ പോകും. ഇനി ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. ഒരുവിധം ക്ലീൻ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം തീരെ പോവാത്തത് സ്മഡ്ജ് പ്രൂഫ് കാജൽ ആണെങ്കിലുണ്ടല്ലോ, ഈ ഗാർണിയറിന്റെ മേക്കപ്പ് റിമൂവർ എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടി ക്ലീൻ ആയിട്ട് കിട്ടും. കണ്ടോ, ഇത്രയും കൺമഷി ബാക്കി ഉണ്ടായിരുന്നു. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന പരിപാടിയല്ല കേട്ടോ. ചെയ്യുമ്പോൾ എനിക്ക് മടി വരാറുണ്ട് ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി കൺമഷി ഉള്ളത് അവിടെ ഇരിക്കട്ടെ വിചാരിച്ച് കിടന്നുറങ്ങും. പക്ഷെ മുഖത്തെല്ലാം മേക്കപ്പ് ഞാൻ കളയും എന്തുവന്നാലും. അങ്ങനെ മേക്കപ്പ് ഇട്ട് ഞാൻ ഉറങ്ങാറില്ല. അങ്ങനെ എനിക്ക് ഉറങ്ങാനും പറ്റില്ല കേട്ടോ. ചിലർ ഇപ്പോൾ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ട് ആ ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ഉറങ്ങില്ലേ. പക്ഷെ എനിക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും എത്ര പാതിരാത്രി ആണെങ്കിലും എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുളിക്കണം, മേലെഴുകണം അറ്റ്ലീസ്റ്റ്. അതെങ്കിലും കഴിയാണ്ട് എനിക്ക് കിടക്കാനേ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് എന്തിടാം, ടോണർ വന്നിട്ട് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് റൈസ് വാട്ടർ ടോണറാണ് കേട്ടോ. ഞാൻ കയ്യിലെടുത്തിട്ട് നേരിട്ട് സ്പ്രേ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ കണ്ടോ, ഭയങ്കര ഹാർഷായിട്ടാണ് ഇതിൻ്റെ സ്പ്രേ ഉള്ളത്. എനിക്ക് കയ്യിലൊന്ന് ആക്കി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണതാണ് ഇഷ്ടം. ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് വലിയട്ടെ. അപ്പോൾ ഈ പ്ലം നയാസിനമൈഡിലുണ്ടല്ലോ 3% ആണുള്ളത് ഒരു ടോണർ എന്നുള്ള രീതിയിൽ. പക്ഷെ അത് നമുക്ക് ഒരു നയാസിനമൈഡിന്റെ ഫുൾ ഗുണങ്ങളൊന്നും തരില്ല കേട്ടോ. അതിന് പ്രോപ്പറായിട്ട് ഞാൻ പ്ലമ്മിന്റെ നയാസിനമൈഡ് സിറം ഞാൻ ഇവിടെ കാണിക്കാം. അത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യണത് കാണിക്കാറില്ല, അത് തന്നെ യൂസ് ചെയ്യണം. പക്ഷെ ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോണത് റെറ്റനോളാണ് കേട്ടോ. അപ്പൊ ഞാൻ ചിലപ്പോൾ നയാസിനമൈഡും റെറ്റനോളും കൂടിയിട്ട് യൂസ് ചെയ്യും, ചിലപ്പോൾ റെറ്റനോൾ മാത്രം യൂസ് ചെയ്യും, ചിലപ്പോൾ നയാസിനമൈഡ് മാത്രം യൂസ് ചെയ്യും. രാവിലെകളിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് വിറ്റമിൻ സി സിറമാണ് കേട്ടോ. ഞാൻ
വിഷ് കെയറിന്റെ ആണ് ഇപ്പൊ യൂസ് ചെയ്യണത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും മാറ്റി ഞാൻ മാറ്റിയാണ് കേട്ടോ യൂസ് ചെയ്യുക. വിഷ് കെയർ ബ്രൈറ്റ് ആണ് യൂസ് ചെയ്യണത്, വിറ്റമിൻ സി സിറായിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് റെറ്റനോൾ യൂസ് ചെയ്യാം. അത് റീക്വലില് 0.1% റെറ്റനോൾ ആണ്. അത് അത്ര സ്ട്രോങ് അല്ല കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നിന്റെ അനുസരിച്ചിട്ട് ചെയ്യാന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ സ്കിൻ അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്കിങ്ങനെ കൂടുതൽ ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇഷ്ടം നല്ല തിക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനാണ്. പക്ഷെ ഇപ്പൊ ഞാൻ 35 ആയതുകൊണ്ട് റെറ്റനോൾ കൂടുതൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണമെന്നുള്ളത് മാത്രമാണ് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ പ്ലമ്മിന്റെ നയാസിനമൈഡ് ആയി, റെറ്റനോളും ആയി. ഇനി തിക്കായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളതാണ്. അത് എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട്. ഇന്നിപ്പോൾ ഞാൻ മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. യൂഷ്വലി ഞാൻ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ മാസ്ക് ഇടാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഫേസ് മാസ്ക്, ഈ ഐസ് ഡങ് ഫേസ് മാസ്കിൽ. അപ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് ഫേസ് വാഷിന് ശേഷം ഇതിലേതെങ്കിലും ഒരു മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ വേണ്ട, ഇച്ചിരി ടയേർഡ് ആയതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. മോയ്സ്ചറൈസർ വന്നിട്ട് ഇത് ലോറിയലിന്റെ ഹൈഡ്രോണിക് ആസിഡ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാൻ ഈ ആസിഡ്സിൽ HE സിറം നന്നായിട്ട് യൂസ് ചെയ്യണതാണ്. ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. നമ്മൾക്ക് മിനിമം ആയിട്ടുള്ള സ്കിൻ കെയർ യൂസ് ചെയ്താൽ മതി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ്സ് ഒക്കെ ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ ആക്റ്റീവ്സ് ഇടണമെന്നൊന്നുമില്ല. പക്ഷെ സ്കിൻ കെയറിന്റെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും മിനിമൽ ആയിട്ട് എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ രാവിലെ ആണെങ്കിലും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം മതി. പക്ഷെ അത് എല്ലാ ദിവസവും ഇടുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് സൺസ്ക്രീൻ ഇടും കേട്ടോ. അപ്പൊ അതിനൊരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്കിന്നിന്. അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ആണെങ്കിൽ ഇതാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു സാധനം. അതായത് ടോണർ യൂസ് ചെയ്യും, ഏതെങ്കിലും ഒരു ആക്റ്റീവ് യൂസ് ചെയ്യും എൻ്റെ സ്കിന്നിന് സൂട്ടാവുന്ന തരത്തിൽ, പിന്നെ ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യും. ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങനെയല്ല, ഉള്ളിൽ നിന്നുള്ള പ്രശ്നം അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതല്ല ഞാൻ പറയണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ ലിപ് ബാം ഞാൻ കൂടുതൽ എപ്പോഴും ഞാൻ ലിനേജിൻ്റെ ലിപ് ബാം ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ കളറൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ടേസ്റ്റുള്ളൊരു ലിപ് ബാം. ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല മണം. ചിലപ്പോൾ ഞാൻ ഐബ്രോസിൽ ആവണക്കെണ്ണ അല്ലെങ്കിൽ ഇൻഡൽജിയോന്റെ ഐബ്രോ ഗ്രോത്ത് ജെല്ലില്ലേ, അത് അപ്ലൈ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ മിനിമലായിട്ട്, അതായത് ഒട്ടും ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളൊക്കെ ആണെങ്കിൽ ഏറ്റവും കുറവ് എഫേർട്ടിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനും കൂടി ആവാൻ ജസ്റ്റാണ് ഞാൻ അത്ര കുറവിൽ കാണിച്ചു തരുന്നത്. ഇനി വന്നിട്ട് വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സിറം കേട്ടോ. ഇത് ഞാൻ കുറെ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബെനിഫിറ്റ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഈ ഒരു ഏരിയ കണ്ടത് കാലങ്ങളായിട്ടുള്ള പ്രശ്നമുള്ള ഏരിയ തന്നെയാണ് കേട്ടോ അത്. ഇപ്പൊ എനിക്കിത് ഇവിടെയുള്ള മുടി കൊഴിച്ചിലാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ കുറച്ചൊക്കെ കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് കൂടിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. എനിക്ക് ഈ ഒരു സിറം മാത്രമല്ല, ഇൻഡൽജിയോന്റെ സിറം ഇഷ്ടം. ബേസിക്കലി ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഹെയർ ടോണർ ഇടുമ്പോൾ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞു കേട്ടോ. ചിലപ്പോൾ ഞാൻ ഈ ആമസോണിന്റെ മസാജർ ഇല്ലേ, ഹെഡ് മസാജർ ഞാൻ കാണിച്ചു തന്നിട്ടില്ല, താഴെയായിട്ടിരിക്കണം. ഞാൻ എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താഴേന്നാ സ്കിൻ കെയർ ചെയ്യാറുള്ളത്. ഇപ്പം മേളിലത്തെ സ്റ്റുഡിയോ അല്ലേ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് മസാജും ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത്രയെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്കൊരു അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യത്തിൽ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതൊന്നും നമ്മുടെ വർക്കൗട്ടും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറയും. ഈ ഗട്ട് ഹെൽത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിൻ, ഈവൻ നമ്മുടെ തോട്ട്സ് ഇല്ലേ, ബ്രെയിൻ, അതിന് വരെ ഭയങ്കര കണക്റ്റഡാണ്. ഇപ്പോൾ നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്താണെങ്കിലും ഭയങ്കരമായിട്ട് ഒരു സ്വീറ്റ് ക്രേവിങ്സും അങ്ങനെയൊക്കെ വരുന്നില്ലേ, അതാണെങ്കിലും അതെ ഗട്ടും ബ്രെയിനും ഒക്കെ ആയിട്ട് ഭയങ്കര കണക്റ്റഡ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ നന്നായിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ രാത്രി ഇത്ര വലിയ പാത്രത്തിലാണ് സാലഡ് കഴിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ബെനിഫിറ്റ് ആക്കും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത്രയ്ക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത്രയല്ലേ മാറ്റുള്ളൂ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ഇതെല്ലാത്തിനും ഒരു പരിമിതി ഉണ്ട്. നമുക്ക് ഇപ്പോൾ പുറമേ നിന്ന് ഒരാൾക്ക് കാണുന്ന തരത്തിലുള്ളൊരു
ഒരു സൗന്ദര്യം ആവില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അത് നമുക്കതിപ്പോൾ ഈവൻ സ്കിന്നിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഹെൽത്തി സ്കിൻ എന്ന് പറയില്ലേ, ഒരു ഹെൽത്തി ഗ്ലോ എന്ന് പറയില്ലേ, അത് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുക. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇത്രയ്ക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്രയല്ലേ മാറ്റം വന്നിട്ടുള്ളൂ എന്ന് പറയുന്നവർ കുറെ പേരുണ്ട് കേട്ടോ. എഗെയിൻ ഇത് സ്കിൻ കെയർ ആണ്, പ്ലാസ്റ്റിക് സർജറി അല്ല. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റം തന്നെയാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതല്ലേ മെയിൻ ആയിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്. സ്കിൻ ആണെങ്കിലും നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടെന്നേ കണ്ടോ, എന്റെ ലൈക്ക് കയ്യിലത്തെ കളറിൽ ഡിഫറൻസ് വരുന്നില്ല. അത് അങ്ങനെ പണ്ട് പിഗ്മെന്റഡും ടാനും ആയിട്ടുള്ള സ്കിന്നിന് യാതൊരു മാറ്റവും കാണാനില്ല. ഞാൻ ഈവൻ ഡെർമാറ്റിന്റെ അടുത്ത് പോയിട്ട് പോലും ഞാൻ ഓരോ സെഷൻസ് എടുത്തിട്ട് പിന്നെ ഞാൻ അത്ര കണ്ടിന്യൂ ചെയ്തില്ല കേട്ടോ. എനിക്ക് മടുത്തു. എനിക്ക് അത്രയും ഒരു പൈസ അങ്ങനെ എനിക്ക് അതിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ടും കൂടി ആവാം കേട്ടോ. ഞാനൊരു 6 സെഷൻസ് ഓഫ് ലേസർ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ടാൻ മാറ്റാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ടും കൂടി ആവാം. പക്ഷെ ഞാൻ എൻ്റെ ഫേസിൽ ചെയ്യുന്ന അതേ ഒരു കെയർ തന്നെ ഞാൻ കയ്യിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ കാര്യത്തിൽ. ഇങ്ങനത്തെ വീഡിയോസും കൂടി ചെയ്യുന്നതുകൊണ്ട് നമ്മളിങ്ങനെ കാണുമല്ലോ, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭംഗി വെച്ചിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ പറയാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് നമ്മൾ മൈൻഡ് ഡൈവേർട്ട് ആക്കി വെക്കുക. ഒരു സിമ്പിൾ ആൻഡ് ബേസിക് റെഗുലർ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇത്രയും കാര്യങ്ങളുണ്ട്. പക്ഷെ ഫൈനലി നമുക്കിതെല്ലാം കൂടിയിട്ട് വർക്കൗട്ടായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ഇതൊക്കെ ഇഷ്ടത്തോടു കൂടി ചെയ്യാന്നുള്ളതും കൂടി ഉണ്ട്. എനിക്ക് സ്കിൻ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ രാത്രി എത്ര ടയേർഡ് ആയിട്ടാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം മീ ടൈമും കൂടിയാണത്. എനിക്കായിട്ട് കിട്ടുന്ന കുറച്ച് സമയം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പൊ അതിനോടൊരു ഇഷ്ടവും കൂടി ഡെവലപ്പായി വന്നു കഴിഞ്ഞാൽ ജിമ്മിൽ പോവാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം. വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാം കൂടിയിട്ട് ചേർന്ന് വരുമ്പോൾ എനിക്കിതൊക്കെ ഇഷ്ടമായിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇതിനോടൊരു ഇഷ്ടവും സ്നേഹവും കൂടിയിട്ട് വരുമ്പോൾ നമുക്കിതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അറ്റ്ലീസ്റ്റ് സമയം കണ്ടെത്തും. സിമ്പിൾ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കണ്ടെത്തും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, സന്തോഷമായിട്ടിരിക്കുക, വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ്? സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ ഇഷ്ടമാണോ? എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്നുള്ളത് എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.